ഹായ് ഹലോ അങ്ങനെ ഗുരുവായൂരിന്ന് നേരെ ആനത്താവളത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് ആനകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടെയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ ഫുള്ള് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അധിക സമയം നമ്മളങ്ങനെ അവിടെ നിന്നിട്ടൊന്നുമില്ല. ആനകളൊക്കെ കണ്ടതിന് ശേഷം പയ്യെ പുറത്തിറങ്ങി അവിടെ നിന്ന് കുറച്ച് കാറ്റും ഇതൊക്കെ കൊണ്ടതിന് ശേഷം നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത്. നമ്മുടെ ഉത്രാളിക്കാവാട്ടോ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്നേ വരെ പോയിട്ടില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇത് വഴി ഒന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒന്ന് വന്നതാട്ടോ. വന്ന സമയം ഇച്ചിരി ലേറ്റായി, നട തുറന്നിട്ടില്ല, നട ക്ലോസ്ഡ് ആയിരുന്നു. ഉള്ളിൽ കയറിയിട്ട് ഭഗവാനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് പുറത്തുനിന്ന് എല്ലാം ഒന്ന് കാണാനും അതുപോലെ തന്നെ തൊഴാനും പറ്റിയായിരുന്നു. എന്താ പറയുക, ഞാൻ ഈ ഒരു ഉത്സവ സമയത്തൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതായത് യൂട്യൂബിലായാലും നമ്മൾ വീഡിയോസിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ ഒരു കാവിൻ്റെ ഒരു പ്രത്യേകതയും ഇവിടുത്തെ ആ ഉത്സവത്തിൻ്റെ ഒരു ആംബിയൻസിൻ്റെ ആ കാണുന്ന ആ ഒരു കവാടത്തിലൂടെ ആന ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ഒരു സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ആ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് മഴ ഒന്ന് തോർന്നൊരു സമയമായതുകൊണ്ട് ഒരു ലൈറ്റായിട്ടുള്ളൊരു തണുപ്പും അതുപോലെ തന്നെ ഒരു കോടമഞ്ഞും ഒക്കെ കൂടിയായിട്ടില്ലേ, ഫുള്ളൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. അമ്പലത്തിന് ചുറ്റും മുഴുവനായിട്ട് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. കാരണം അത്രയും ഹാപ്പി ആയിരുന്നു അവിടെ ഒന്ന് പോയതിൽ. അങ്ങനെ നമ്മൾ ഇതും കണ്ടു കഴിഞ്ഞ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി കയറിയായിരുന്നു. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം കേട്ടോ.